പറശ്ശിനിക്കടവ് എത്താനായി. ഹലോ ഗൈസ്, അമ്മൂസിന്റെ പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇച്ചു പേടിച്ചു. ഹലോ പറ. അപ്പൊ നമ്മളിന്ന് പറശ്ശിനിക്കടവ് കണ്ണൂരേക്കാണ് നമ്മൾ എത്താനായി. കണ്ണൂർ പറ കുറവായി. ഹലോ എത്താനായെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ നേരെ വഴി തെറ്റിപ്പോയി. അതിനിടയ്ക്ക് വേറൊരു സ്ഥലത്ത് കൂടെ വന്നപ്പോൾ ഈ ഒരു വ്യൂ കണ്ടപ്പോൾ ഞാൻ ഒന്ന് വീഡിയോ എടുത്തതാണ്. പാർക്കിങ്ങിൽ ഇറങ്ങി ഇച്ചുവിൻ്റെ ഡ്രസ്സും ഞാൻ ഒരു ടോപ്പ് കൊടുത്തിട്ടുണ്ട്. ഇതിട്ട് കയറിയാൽ മതി. അപ്പോൾ അതാ ഞങ്ങളിവിടെ എത്തി. ഇച്ചുവിൻ്റെ ഫസ്റ്റ് ടൈമാണ് മുത്തപ്പൻ്റെ മണ്ണിൽ. ഏട്ടനും ഞാനൊക്കെ ഒരു 7 years ആയി വന്നിട്ട്. അമ്മ ഈ അടുത്തൊരു ദിവസം വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ കറക്റ്റ് ടൈമിലാണ് എത്തിയത്. മുത്തപ്പൻ ഉള്ളോട്ട് കയറുന്ന ഒരു ടൈമിലായിരുന്നു. എന്തോ വെള്ളാട്ടം അങ്ങനെ എന്തോ ആയിരുന്നു. അപ്പം ഞങ്ങൾ ചോറൂണിന് ഇച്ചുവിനെ ഷീട്ടാക്കി കുറച്ച് നേരം അവിടെയൊക്കെ നിന്നതിന് ശേഷം പുറകിലേക്ക് പോയി കാലൊക്കെ കഴുകിയിട്ടാണ് അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറിയത്. കാല കഴുകി ഞങ്ങൾ നേരെ ഉള്ളിലേക്ക് കയറി തൊഴുതു. മുത്തപ്പൻ്റെ ആ ഒരു വെള്ളാട്ടിൻ്റെ അനുഗ്രഹമൊക്കെ വാങ്ങി ഇച്ചുവിൻ്റെ അടുത്തും ഞങ്ങൾ നല്ല അനുഗ്രഹം വാങ്ങി. അനുഗ്രഹമായി ഇച്ചുവിനെ അനുഗ്രഹിച്ചപ്പോൾ ഭയങ്കര സന്തോഷം, ഒരു സങ്കടമുള്ളൊരു മൊമെൻ്റായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ചായ കുടിച്ചു. ഏട്ടനോട് അമ്മ ചായ കുടിക്കാൻ പറഞ്ഞപ്പോൾ ഏട്ടൻ വേണ്ടെന്ന് പറഞ്ഞപ്പോൾ അമ്മ ചീത്ത പറഞ്ഞു, കഴിക്കണം മുത്തപ്പൻ്റെ പ്രസാദമാണെന്നൊക്കെ പറഞ്ഞു. പിന്നെ അതിൻ്റെ ശേഷം പിന്നെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്നു ചോറ് കൊണ്ട് ടൈം വരെ. ടോക്കൺ കിട്ടിയ 41 അങ്ങനെ എന്തായിരുന്നു, 2-3 ആൾക്കാരെ ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങൾ എത്തുന്ന ടൈമിൽ ചോറുകൊണ്ട് വേണ്ടിയിട്ട്. പിന്നെ നേരെ ഏട്ടൻ്റെ കൂടെ ഇച്ചുവിനെ ഉള്ളിൽ കയറ്റി. ആദ്യം വേറൊരു വയസ്സായ ഒരാളായിരുന്നു. പിന്നെ ഈ ഏട്ടൻ വന്നു. പിന്നെ ഞങ്ങൾ ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഏട്ടനോട് ഓരോ കാര്യങ്ങളൊക്കെ പറയുമായിരുന്നു. ഞങ്ങൾ ഈ മുമ്പ് ഓരോ വീഡിയോസ് കാണുമ്പോൾ കൊടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നല്ലാണ്ട് ഈ ഒരു ഡേയിൽ കൊടുക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് തലേ ദിവസം ഞങ്ങൾ ജസ്റ്റ് ഏട്ടൻ പറഞ്ഞ ടൈമിൽ ശരിയാണോ നമുക്ക് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പ്ലാൻ ചെയ്തതാണ്. മുൻകൂട്ടി ചോറ് കൊടുക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ പോയതൊന്നുമല്ല. അപ്പോൾ എന്തായാലും ഭയങ്കര ഒരു സന്തോഷമുള്ളൊരു ഡേ ആയിരുന്നു. ഇച്ചുവിനെ അവിടെ നിന്ന് ചോറ് കൊടുത്തിച്ചു കരയൊന്നും ചെയ്യാണ്ട് അവിടെ ഇരുന്നു. ഞാനും അതേപോലെ വേറെ ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു മാറ്റാമെന്ന് വിചാരിച്ചിട്ട്. പിന്നെ എല്ലാവരും ജീൻസ് ടോപ്പോട്ട് കയറുന്ന കണ്ടപ്പോൾ അങ്ങനെ കയറിയെന്നേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഇച്ചുവിൻ്റെ വായിൽ വെച്ച് കൊടുത്തു, അമ്മയും വെച്ച് കൊടുത്തു. ഇച്ചുവിന് പിന്നെയും അത് വേണമെന്നായിരുന്നു. പിന്നെ അവർ നമ്മളെ കയ്യിലേക്ക് ആ പ്രസാദം വന്നിട്ട് ഉള്ളിൽ പോയിരുന്ന് കഴിക്കാൻ വേണ്ടി പറഞ്ഞു. ഇച്ചു കരയാണ്ടിരുന്നപ്പോൾ ഭയങ്കര സന്തോഷം. ബായൊക്കെ പറയുന്നുണ്ടായിരുന്നു നമ്മൾ ആ ഒരു പൂജാരിനോട്. പിന്നെ അതാ ഞങ്ങൾ ഉള്ളിലേക്ക് നടന്നു പോയി. ഏട്ടൻ ചോദിക്കും ഇതിങ്ങോട്ടാണ് നിങ്ങൾ പോകണേന്നൊക്കെ പറഞ്ഞ് ചോദിക്കുന്നുണ്ട്. ഇച്ചു എല്ലാവരും പ്രസാദം കഴിച്ചതിന് ശേഷം ഞങ്ങൾ ഒന്ന് ബാത്റൂമിലൊക്കെ പോകാൻ വേണ്ടി ബാക്കിലേക്ക് വന്നപ്പോൾ നല്ല രസമുണ്ടായിരുന്നു അവിടുത്തെ ഒരു വ്യൂ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ബോട്ടൊക്കെ വരുന്നുണ്ടായിരുന്നു. ബോട്ടിൽ പക്ഷേ എന്താ പറയുക, പാട്ട് വെച്ചുകൊണ്ട് ഭയങ്കര സൗണ്ടായിരുന്നു. അതാണ് ഞാൻ പിന്നെ അവിടെ ആ ഒരു മ്യൂസിക് ഒന്ന് കൊടുക്കാഞ്ഞത്. പിന്നെ കുറച്ച് നേരം ഞാൻ അവിടെ വീഡിയോ ഒക്കെ എടുത്തതിൻ്റെ ശേഷം പിന്നെ ഞങ്ങൾ ഏട്ടൻ്റെ അടുത്തേക്ക് പോയി ഇച്ചു വാശി പിടിക്കുന്നുണ്ടോ അറിയില്ലല്ലോ എന്ന് വെച്ചിട്ട് ഞങ്ങൾ വേഗം അമ്മയും ഞാനും കൂടി തിരിച്ച് അവരുടെ അടുത്തേക്ക് നടന്നു പോയി. രണ്ടാൾക്കാർ നായക്കുട്ടിയുടെ അടുത്ത് നിൽക്കും. ഞങ്ങളിത് അവിടെ ഇറങ്ങുകയാണ്. ഇറങ്ങി അമ്പലത്തിൽ ഇറങ്ങി ഇപ്പോഴത്തെ കുറച്ച് നൂലാമാല സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് പോവാം. എന്തായാലും നോക്കട്ടെ, 1-2 ഐറ്റംസൊക്കെ വാങ്ങണം. ഇല്ലേ വാങ്ങിത്തരില്ലേ? ദുഷ്ടനാ ഗൈസ്, എന്താ സ്വഭാവം. ആദ്യം തന്നെ വാങ്ങിത്തരില്ല പറഞ്ഞിട്ട് പിന്നെ എന്താ ചെയ്യുക? ദുഷ്ടനാ ഒരാൾ പപ്പ.
ഞാനും 1-2 കമ്മലൊക്കെ നോക്കി, പക്ഷെ അതൊന്നും കിട്ടിയില്ല. പിന്നെ ഇച്ചുവിനും 1-2 സ്നാക്സ് ഒക്കെ കുഞ്ഞ് കാവത്തെ കുഞ്ഞിട്ട് കുഞ്ഞ് കാവ 2-3 ക്ലിപ്പൊക്കെ വാങ്ങി കാറിൻ്റെ അടുത്തേക്ക് പോവാണ്. മുത്തപ്പനെ ചോദിച്ചോ, നല്ല രസമുണ്ട്. നമ്മൾ കുറേ ആയി മുത്തപ്പനെ കാണാൻ പറയുന്നത്. പിന്നെ അച്ഛനെ അമ്മേനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അച്ഛന് വയ്യ പറഞ്ഞിട്ട് വന്നില്ല. അമ്മ ഛർദ്ദിക്കും പറഞ്ഞിട്ട് അമ്മയില്ല പറഞ്ഞു. അപ്പോൾ വിചാരിച്ചു എന്തായാലും ഏട്ടൻ പോകുന്നതിന് മുമ്പ് വരണതുകൊണ്ട് നമ്മൾ വേഗം വന്നതാണ്. വണ്ണ് വാങ്ങിക്കോ, വണ്ണ് വേണമെങ്കിൽ ഇതാ നമ്മൾ വാങ്ങി മേടിക്കാം. നല്ല വലിപ്പമുണ്ട്. 5 റുപ്യ വന്നു. ഇച്ചുട്ടി ഇവിടെ കടലൊന്നും എടുക്കും. ഇങ്ങനെ അവിടെ ഇങ്ങനൊരു സ്ഥലം കണ്ട് ഞങ്ങൾ അങ്ങോട്ട് കള്ള് ഷാപ്പിലേക്കാണ് പോകുന്നത്. കേണ്ടോ കള്ള് ഷാപ്പ്, തോടി ഷാപ്പാണ്. നല്ല രസമുണ്ട് ഇവിടെ കാണാനേ, നല്ല രസമുണ്ട്. നല്ലൊരു അല്ലേ. പിന്നെ ഞങ്ങൾ ക്ലിപ്പൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ക്ലിപ്പൊക്കെ വാങ്ങി വണ്ടിയിൽ വെച്ച് അവിടെ ഏട്ടനമ്മയ്ക്ക് വേണ്ടി വാങ്ങിയതായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ പാർക്കിങ്ങിൻ്റെ അവിടെ ഒരു കള്ളുഷാപ്പ് എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് എന്തായാലും ഫുഡ് കഴിക്കേണ്ടത് വെച്ചിട്ട് അങ്ങോട്ട് കയറി. പത്തിരിയും മുയലിറച്ചിയും താറാവിറച്ചിയായിരുന്നു ഞങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ അതാ ഒരു കുപ്പി കള്ളും വാങ്ങി. കുറച്ച് കള്ള് ഞങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുവന്നു. ഞങ്ങൾ കയ്യിൽ വെള്ളത്തിന് കുപ്പികളുണ്ടായതുകൊണ്ട് അതിൽ കള്ള് നിറച്ച് വീട്ടിലേക്കുണ്ടായിരുന്നു. അയ്യോ അല്ല, ഞങ്ങളിതാ ഫുഡ് കഴിച്ചിറങ്ങി വണ്ടിക്കാറ്. ഇച്ചോട്ടി മുമ്പിലിരിക്കാൻ വേണ്ടി അടിയാണ്. മൂന്ന് മണിയായി കറക്റ്റ് ഞങ്ങളിതാ വീട്ടിലെത്തി. ഇച്ചു വണ്ടിയിൽ നിന്ന് ഇറങ്ങിയില്ല. ഞാനും അമ്മയും വാല് തുറന്നു. അപ്പോൾ എന്തായാലും എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും. ചെറിയൊരു വ്ളോഗാണ്. ഞങ്ങൾ പെട്ടെന്ന് തീരുമാനിച്ചിട്ട് പോയതാണ്. പോയതിൽ ഇച്ചിന് ചോറും കൊടുത്ത് മുത്തപ്പനെ മറ്റേ വെള്ളാട്ടമൊക്കെ കണ്ട് കുറച്ച് നേരം അവിടെ നിന്ന് ഫോൺ എടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ്. അപ്പോൾ എന്തായാലും എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് ഇതിനും നല്ല വീഡിയോസ് ആയിട്ട് വീണ്ടും വരുന്നവർക്ക് എല്ലാവർക്കും ബൈ. അപ്പോൾ ഇനി പോകുമ്പോൾ ഫാമിലി ഫുള്ളായിട്ട് പോകാൻ പറ്റട്ടെ എന്ന് വിചാരിക്കുന്നു. അപ്പോൾ കുറച്ച് ഫോട്ടോസൊക്കെ ഇതിൻ്റെ കൂടെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്.